ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ഞ് പോലത്തെ പലഹാരമാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ ആണെങ്കിലും ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്നറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിൽ ഈ പലഹാരം കിട്ടുള്ളൂ. ഈ ഒരു കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ 2 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ടയ്ക്ക് പകരമായിട്ട് വേറൊന്നും ചേർക്കാനില്ല. മുട്ടയുണ്ടെങ്കിലാണ് ഈ ഒരു പലഹാരം പ്രത്യേകമായിട്ടൊരു ടേസ്റ്റും സോഫ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ റവ എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും മധുരം എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ മണം കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കുന്നത്. ഈ ഒരു മാവെല്ലാം മിക്സിയുടെ ജാറ് മുഴുവനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് വെള്ളമാണ് ആകെ ഇത് അരച്ചെടുക്കാൻ വേണ്ടത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ആദ്യം ഒന്ന് അരയ്ക്കുന്നത്. എന്നിട്ട് അരയാതെ വരുമ്പോഴാണ് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുന്നത്. ഒരുപാട് ലൂസാവാതെയും ഒരുപാട് അങ്ങ് കട്ടിയാവാതെയും നോക്കണം. മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കൈകൊണ്ട് തന്നെ തുടച്ചതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോവും. ഇപ്പോൾ ഞാനിതാ സ്പൂൺ കൊണ്ട് ഇതൊന്ന് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും തന്നെ എണ്ണയോ ഓയിലോ നെയ്യോ ഒന്നും തന്നെ സ്പ്രെഡ് ചെയ്യാതെ ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, കാണാനൊരു ഭംഗിക്കും ഇത് കഴിക്കാൻ നേരത്ത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിറയെ ഹോൾ വന്നിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം. ഇനി വീണ്ടും ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആദ്യം ചുട്ടെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ടാവും. ഇനി ആ ഒരു ചൂടിൽ തന്നെ ആകുമ്പോൾ ബാക്കിയുള്ളത് അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം ആ ഒരു ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഒരേ പരുവത്തിൽ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇത് നമുക്ക് അടച്ചു വെച്ചും വേവിച്ചെടുക്കാം. അടച്ചു വെക്കാതെ തുറന്നു വെച്ചാലും ഇതേപോലെ തന്നെ ഹോളായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനിത് തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് നല്ല ഹോളൊക്കെ വന്നിട്ട് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.